വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. നമ്മുടെ 6ാം ക്ലാസ്സിലെ പുതിയ ടെസ്റ്റാകും ഞങ്ങൾ ഇത് കണ്ടോ, ബേസിക് സയൻസ്, അതായത് അടിസ്ഥാന ശാസ്ത്രം. അപ്പം ഞാൻ രണ്ടും, നിങ്ങളെ മലയാളം മീഡിയം ആണെങ്കിലും ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിലും ഞാൻ ഇംഗ്ലീഷിൻ്റെ പുസ്തകം വായിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ മലയാളം പറഞ്ഞുതരാം കേട്ടോ. നല്ല മലയാളം ടെസ്റ്റിലെ പോലെ തന്നെ ഞാൻ പറഞ്ഞുതരാം, നിങ്ങളെ ശ്രദ്ധിച്ചിരിക്കണേ. എന്നിട്ട് ഞാൻ വായിച്ചതിൻ്റെ അത്രയും ക്വസ്റ്റ്യൻ ആൻസറും എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷത്തെ കൂട്ട് തന്നെ ഈ വർഷവും വായിച്ച് അതിൻ്റെ നോട്ട് എഴുതി കുറേശ്ശെ നമുക്ക് പഠിക്കാം. എല്ലാം കൂടെ വാരി വലിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ തരുന്നില്ല. ഒരു 10 ക്വസ്റ്റ്യൻ ആൻസർ കേട്ടോ, കുറേശ്ശെ നമുക്ക് പഠിക്കാം. നോക്കൂ നിങ്ങളെ, നമ്മുടെ ടെസ്റ്റ് കണ്ടോ, ബേസിക് സയൻസ് 6ാം ക്ലാസ്സിൻ്റെ കിട്ടാത്തവർക്കാണോ അതുകൊണ്ട് ഒരു മുട്ടയ്ക്കകത്തു നിന്ന് ഒരു കോഴിക്കുഞ്ഞ് ഇറങ്ങി വരുന്നതും ഒക്കെ കണ്ടോ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട് കണ്ടോ. കാണാത്തവരുണ്ടോ? ഇതാണേ അതിൻ്റെ 1ാമത്തെ ചാപ്റ്റർ കണ്ടോ, ഫുഡ് ഫോർ ഹെൽത്ത്. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? ഫുഡ് ഫോർ ഹെൽത്ത് അതിൻ്റെ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ. ഫസ്റ്റ് 7ാമത്തെ പേജാണ്. നമ്മൾ ഓരോ പേജും വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം പറഞ്ഞതൊക്കെ നിങ്ങളുടെ ടെസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്ക്, ഇല്ലയെന്നുണ്ടെങ്കിൽ കേട്ടിരിക്കണമെന്നില്ല കേട്ടോ. നമ്മുടെ പാഠത്തിൻ്റെ പേര് ഫുഡ് ഫോർ ഹെൽത്ത് എന്നാണ്. കാണാൻ പറ്റുന്നുണ്ടോ? ഫുഡ് ഫോർ ഹെൽത്ത്, അതായത് ആഹാരത്തിലൂടെ ആരോഗ്യം. നിങ്ങളെ ആഹാരത്തിലൂടെ ആരോഗ്യം, ഇതാണ് നമ്മുടെ ചാപ്റ്റർ കണ്ടോ. അതിനകത്തൊരു ഡോക്ടറുടെ അടുത്ത് 2 പേര് വന്നിരിപ്പുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടല്ലോ, ഒരു ഡോക്ടറും 2 പേരും വന്നിരിപ്പുണ്ട്. നോക്കിയേ. ഡോക്ടർ, I think my daughter is underweight. She eat very little food. What can I do? ഡോക്ടറോട് ചോദിക്കുന്ന കേട്ടോ. ഡോക്ടർ, മോൾക്ക് ഭാരക്കുറവുണ്ടോ എന്നൊരു സംശയം. അവൾ ആഹാരം വളരെ കുറച്ചേ കഴിക്കാറുള്ളൂ. എന്താണ് ചെയ്യേണ്ടത് കേട്ടോ? ഒരു അമ്മയും മോളുമാണ് വന്നിരിക്കുന്നത് കേട്ടോ. അമ്മ മോളെക്കുറിച്ച് പറയാം, ഡോക്ടറെ, ഐ തിങ്ക് മൈ ഡോട്ടർ ഈസ് അണ്ടർ വെയ്റ്റ്. ഷീ ഈറ്റ് വെരി ലിറ്റിൽ ഫുഡ്. വാട്ട് ക്യാൻ ഐ ഡു? നിങ്ങളെ, ഡോക്ടർ, മോൾക്ക് നല്ല ഭാരക്കുറവുണ്ടോ എന്നൊരു സംശയം. ഇവൾ ആഹാരം നല്ലതുപോലെ ഒന്നും കഴിക്കത്തില്ല, വളരെ കുറച്ചേ കഴിക്കാറുള്ളൂ. എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന്. അപ്പം ഡോക്ടർ പറഞ്ഞേ, സ്ലൈറ്റ് വെയ്റ്റ് ലോസ് ഈസ് നോട്ട് ആൻ ഇഷ്യൂ. Is not, she is a growing age. She will be fine soon, but should ensure adequate nutrients food. നിങ്ങളെന്ന് വെച്ചാൽ ചെറിയ ഭാരക്കുറവൊന്നും പ്രശ്നമായി എടുക്കേണ്ടതില്ല. വളരുന്ന പ്രായമല്ലേ, കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് ശരിയാവും. എങ്കിലും ആവശ്യത്തിന് പോഷകാഹാരമൊക്കെ ഉറപ്പാക്കണം കേട്ടോ. മനസ്സിലായോ നിങ്ങളെ? ചെറിയ ഭാരമൊന്നും ഇപ്പം നീളത്തിനനുസരിച്ച് ഭാരം അല്ലേ, അങ്ങനെയൊന്നും ഇല്ല അല്ലെ. നല്ല വണ്ണം വേണം അങ്ങനെയൊന്നും ഇല്ല നിങ്ങളെ. ചെറിയ ഭാരക്കുറവൊന്നും അങ്ങനെ പ്രശ്നമാക്കേണ്ടതില്ല. ഇത് അവർ വളരുന്ന പ്രായമല്ലേ, കുട്ടിയല്ലേ, അപ്പം വളരുന്ന പ്രായമല്ലേ. അപ്പം കുറച്ച് കഴിയുമ്പോൾ എല്ലാം ശരിയാവും. എങ്കിലും ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് എന്ന് വെച്ചാൽ നിങ്ങളെ, പോഷകാഹാരം ഉറപ്പാക്കണമെന്ന് ആ ഡോക്ടർ പറയുന്നതായിട്ടാണ്. ഓക്കെ ആണോ? അത് അതിൻ്റെ തൊട്ട് താഴെ നോക്കി കാണാൻ പറ്റുമോ? ഡിഡ് യു നോട്ടീസ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ മോം ആൻഡ് ദ ഡോക്ടർ? സം ഓഫ് യു ഹാവ് ഹാഡ് ദാറ്റ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ്. What is meant by the nutrition food? Write your guess. We have a variety of food items around us. We eat different kind of cooked and raw food items. നിങ്ങളെ എന്ന് വെച്ചാൽ ഈ അമ്മയും ഡോക്ടറും തമ്മിലുള്ള സംഭാഷണം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? നിങ്ങളിൽ ചിലർക്കെങ്കിലും ഇത്തരം അനുഭവം ഉണ്ടാകുമല്ലോ. എന്ന് വെച്ചാൽ നമ്മുടെ ക്ലാസ്സിൽ ഇപ്പം 40 കുട്ടികളുണ്ടെങ്കിൽ 40 പേരും ഒരുപോലെയാണോ നിങ്ങളെ? അല്ലെങ്കിൽ 25 പേരുണ്ടെങ്കിൽ അവരെല്ലാവരും ഒരുപോലെയാണോ? ചിലവർക്ക് നല്ല നീളം കാണും അല്ലേ, ചിലവർക്ക് നീളക്കുറവായിരിക്കും, ചിലർക്ക് നല്ല വണ്ണമുള്ളതായിരിക്കും അല്ലേ, ചിലർക്ക് വണ്ണം കുറഞ്ഞ ചെറിയ അല്ലേ. നമ്മൾ ചിലപ്പം 6ാം ക്ലാസ്സിലാണെന്ന കുട്ടികളെ ചിലപ്പോൾ ഒരു 3ലോ 4ലോ ഒക്കെ ആയ നീളക്കുറവുള്ള അല്ലേ, വണ്ണവും ഇല്ല നീളവും ഇല്ലാത്ത പിള്ളേരൊക്കെ ചിലരുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ചോദിക്കും ആ ഒരു ഇത് എവിടെയും പറയുന്നത്, നിങ്ങളിൽ ചിലർക്കെങ്കിലും ഇത്തരം അനുഭവം ഉണ്ടാകാറുണ്ടോ? അപ്പോൾ എന്താണ് ഈ പോഷകാഹാരം എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്? അത് നിങ്ങളൊന്ന് ഗസ് ചെയ്ത് അല്ലെ ഊഹിച്ച് പറയൂ. നോക്കിയേ. 2ാമത്തത് വെറൈറ്റി എന്ന് വെച്ചാൽ വൈവിധ്യമാർന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്
ഇല്ലേ കുഞ്ഞുങ്ങളെ? വി ഹാവ് എ വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് അറൗണ്ട് അസ്. നമുക്ക് ചുറ്റുമുണ്ട്. അത് പാകം ചെയ്തതും അല്ലാത്തതുമായ വ്യത്യസ്ത തരം ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ ആഹാരമാക്കുന്നുണ്ട്. നാം സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ചില ഭക്ഷ്യവസ്തുക്കളുടെ ചിത്രങ്ങൾ നിങ്ങൾ നിരീക്ഷിക്കണം എന്നാ പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മളിപ്പം ആഹാരം വെച്ച് കഴിക്കുന്നത് അല്ലാതെ ഇപ്പോൾ ക്യാരറ്റ് മിക്കവാറും ഉള്ളവരെല്ലാം എന്താ നല്ലതുപോലെ കഴുകി ചെത്തിയിട്ട് പച്ചയ്ക്ക് കഴിക്കുന്നവരുണ്ട് അല്ലേ? അതുപോലെ തന്നെ കുക്കുംബർ, ചില അങ്ങനെയൊക്കെയുള്ള പച്ചക്കറികളൊക്കെ ചിലപ്പോൾ എന്താ നമ്മൾ പച്ചയ്ക്ക് കഴിക്കും അല്ലേ? അതുപോലെ എന്നാൽ ചിലതോ ഇപ്പോൾ ഉരുളൻകിഴങ്ങ് നമുക്ക് പച്ചയ്ക്ക് കഴിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? അതുപോലെ ചിലർ സവാള നല്ലതുപോലെ പച്ച സവാള അല്ലേ കണ്ടിച്ച് നമുക്ക് കഴിക്കുന്നുണ്ട്. അപ്പോൾ പലരും പല രീതി നമുക്ക് ചുറ്റും അങ്ങനെ കുക്ക് ചെയ്ത് കഴിക്കുന്നതും റോ ആയിട്ടുള്ള ഫുഡ് ഐറ്റം ഏതൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ഗസ് ചെയ്തൊന്ന് എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഓക്കെ ആണോ? അത്രയും. അടുത്ത് നോക്കൂ നിങ്ങൾ, 2ാമത്തെ പേജ് നോക്കണേ. ഇതാണ്ടേ 8ാമത്തെ പേജിൽ ചിത്രം കാണുന്നുണ്ടല്ലോ, കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ? ഏതാണ്ടേ സം ഫുഡ് ഐറ്റംസ് വി യൂഷ്വലി ഈറ്റ് ആർ ഗിവൺ ഇൻ ദ പിക്ചർ. ഹൗ ക്യാൻ വി ക്ലാസിഫൈ ദം? റൈറ്റ് ഡൗൺ ഇൻ ദ സയൻസ് ഡയറി. അതായത് നോക്കി കുഞ്ഞുങ്ങളെ, കുറേ പിക്ചറുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമ്മൾ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഭക്ഷ്യവസ്തുക്കളെ എങ്ങനെയെല്ലാം നമുക്ക് തരംതിരിക്കാം? സം ഫുഡ് ഐറ്റംസ് യൂഷ്വലി ഈറ്റ് ആർ ഗിവൺ ഇൻ ദ പിക്ചർ. ഏതൊക്കെയാ? അത് നമ്മുടെ സയൻസ് ഡയറിയിൽ അല്ലെങ്കിൽ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാനാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് നോക്കൂ നിങ്ങൾ, ABCDE എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ എല്ലാം നോട്ട് എഴുതിയിട്ടുണ്ട്. നോട്ട് എല്ലാത്തിൻ്റെ ഉണ്ട് കുഞ്ഞുങ്ങളെ, ഒന്ന് വായിച്ചു തരണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ. നോക്കിക്കേ, 1 സിറിൽസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പൾസസ്, ലീഫി വെജിറ്റബിൾ. അതായത് നോക്കിയേ കുഞ്ഞുങ്ങളെ, സിറിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളെ? ധാന്യങ്ങൾ എന്നാണ് കേട്ടോ. ഇതിൻ്റെ എല്ലാം ഞാൻ മലയാളം എഴുതിയിട്ടുണ്ട്, പേടിക്കണ്ട. ഇതിൻ്റെ അറിയാൻ വയ്യാത്തവർക്ക് ധാന്യങ്ങൾ. പിന്നെ ഇത് നോക്കിയേ, ഫ്രൂട്ട്സ് അല്ലേ, ഫ്രൂട്ട്സുകളുണ്ട്. പിന്നെ വെജിറ്റബിൾസ് അല്ലേ, പഴങ്ങൾ, പച്ചക്കറികൾ. പൾസസ് വായിക്കാൻ അറിയണേ കുഞ്ഞുങ്ങളെ, പൾസസ്. പിന്നോ ലീഫി ഇല, നമ്മൾ ചീര അല്ലേ, പിന്നെ മല്ലിയില, ഇലവർഗ്ഗങ്ങളൊക്കെ ഇല്ലേ, ലീഫി വെജിറ്റബിൾസ്. അപ്പോൾ ഇവിടെ 5 എണ്ണത്തിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടല്ലോ, പേര് എഴുതാമല്ലോ. ഇതിൻ്റെ ഞാൻ കാണാൻ പറ്റുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? അതിൻ്റെ നോട്ടുണ്ട് കേട്ടോ. ഞാനപ്പോൾ നിങ്ങൾ ആ പടമൊക്കെ നോക്കണേ എന്താണെന്ന്. അപ്പോൾ അതിൻ്റെ നോട്ട് വരുമ്പോൾ ആ പടം ഓർത്തോണേ. അടുത്ത നോക്കിയേ, വാട്ട് ആർ യുവർ ഫേവറേറ്റ് ഫുഡ് ഐറ്റംസ് എമംഗ് ദം? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷ്യവസ്തുക്കൾ ഏതെല്ലാമാണ്? നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ കുഞ്ഞുങ്ങളെ? ഏതൊക്കെ അവനവൻ ഇഷ്ടപ്പെട്ട ഏതാണെന്ന് വെച്ചാൽ അത് പറയാനാ കേട്ടോ. ഇനി ഡിസ്ലൈക്ക്, ഇനി ഇഷ്ടമല്ലാത്തവ ഏതെങ്കിലും കാണുമല്ലോ. വൈ? എന്തുകൊണ്ടാ? ചർച്ച ചെയ്യൂ. നിങ്ങൾ ഒരു ദിവസം സാധാരണ കഴിക്കാറുള്ള ഭക്ഷണങ്ങൾ ഒരു പട്ടികയായിട്ട് ലിസ്റ്റ് ദ ഫുഡ് ഐറ്റംസ് യൂഷ്വലി ഈറ്റ് ഇൻ എ ഡേ. ഒരു ദിവസം നമ്മൾ എടുക്കുമ്പോൾ, ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉള്ളതിൽ നമ്മൾ പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും രാത്രി ഭക്ഷണവും, അതായത് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, ഈ 3 എണ്ണം ഉണ്ടല്ലോ. ഇതിനകത്ത് നമ്മൾ രാവിലെ കഴിക്കുന്നത്, ഉച്ചയ്ക്ക് കഴിക്കുന്നത്, വൈകിട്ട് കഴിക്കുന്നത് എന്തൊക്കെയാണ് നോക്കൂ കുഞ്ഞുങ്ങളെ. രാവിലെ എന്തൊക്കെയാണ് കഴിക്കുന്നത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാം. നിങ്ങൾ എന്താണോ കഴിക്കുക? ഞാനിവിടെ ഇത് ഇങ്ങനെ എഴുതിയതുകൊണ്ട് നിങ്ങൾ ഇത് എഴുതണമെന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാം കേട്ടോ. എന്തായാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിക്കുമല്ലോ. അപ്പോൾ നോക്കിയാൽ രാവിലെ സാധാരണയായിട്ട് നമ്മൾ ഇഡലി, പുട്ട്, ദോശ അല്ലേ, ചപ്പാത്തി, ഇതൊക്കെ ആയിരിക്കും. അതാ നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു 4 എണ്ണത്തിൻ്റെ പേര് എഴുതിയാൽ മതി. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് മിക്കവാറും ചോറ് അല്ലേ, റൈസാണ്, ചോറ് കഴിക്കും. അതുപോലെ തന്നെ പിന്നെ അല്ലെങ്കിൽ ബിരിയാണിയോ പിന്നെ ചോറിൻ്റെ കൂടെ എന്തൊക്കെയാണ്? അവിയലോ, തോരൻ, സാമ്പാർ അല്ലേ, പിന്നെന്താ സലാഡ്, നമുക്കിഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ അതും കൊടുക്കുക. ഒരു 4 എണ്ണത്തിൻ്റെ പേര് അതും കൊടുത്താൽ മതി. അടുത്ത കുഞ്ഞുങ്ങളെ നോക്കിയേ, ഡിന്നർ രാത്രിയിൽ അല്ലേ, രാത്രി ഭക്ഷണമായിട്ട് നമ്മൾ എന്തൊക്കെ കഴിക്കുന്നുണ്ട്? രാത്രിയിൽ ചപ്പാത്തി കഴിക്കുന്നവരുണ്ട്, ചോറ് തന്നെ കഴിക്കുന്നവരുണ്ട് അല്ലേ, ഓട്സ് കഴിക്കുന്നവർ കാണും അല്ലേ. അങ്ങനെ പല അവനവന് ഇഷ്ടമുള്ളത് അല്ലേ, ചപ്പാത്തി, ഓട്സ്, റൈസ്, ഇഷ്ടമുള്ള ഏതെങ്കിലുമൊക്കെ 4 എണ്ണം ഇതിലും കൊടുക്കുക കേട്ടോ. ഇത് തന്നെ കൊടുക്കണമെന്നില്ല കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലുമൊക്കെ കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ ആണോ? നോക്കി അതിൻ്റെ തൊട്ട് താഴെ, ഷുഡ് വി ഈറ്റ് ഒൺലി ദ ഫുഡ് ഐറ്റംസ് വി ലൈക്ക്? ഇഷ്ടമുള്ള ആഹാര പദാർത്ഥങ്ങൾ മാത്രമാണോ നാം കഴിക്കുന്നത്? നമുക്ക് ഇഷ്ടമുള്ളത് മാത്രമാണോ നമ്മൾ കഴിക്കുന്നത്? പേ അറ്റൻഷൻ ടു ദ കോൺവെർസേഷൻ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന സംഭാഷണങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. നോക്കൂ നിങ്ങളെ. മൈ ഫേവറേറ്റ് ഡിഷ് ഈസ് അപ്പം ആൻഡ് ബംഗാൾ ഗ്രാം കറി. ഇവിടെ ഒരു പയ്യൻ നിന്നുകൊണ്ട് പറയുക, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അപ്പവും കടലക്കറിയുമാണ്. ഈ ബംഗാൾ ഗ്രാം എന്ന് വെച്ചാൽ കടലയാട്ടോ, അതൊക്കെ അറിയാമോ? മൈ ഫേവറേറ്റ് ഡിഷ് ഈസ് അപ്പം ആൻഡ് ബംഗാൾ ഗ്രാം കറിയാണ്. എനിക്ക് അപ്പവും കടലക്കറിയാണ് എനിക്കിഷ്ടം. അപ്പോൾ
അപ്പോൾ ആ പെങ്കൊച്ച് നോക്കിയേ, നടുക്കൊരു പെങ്കൊച്ച്, ഐ ലവ് പുട്ട് ആൻഡ് ബനാന, എനിക്ക് പുട്ടും പഴവും ഇഷ്ടം. അപ്പോൾ ഇപ്പുറത്ത് ഇവിടെ ഒരാൾ നിൽപ്പുണ്ട്, അയാളെന്താ, ഐ ഈറ്റ് നൂഡിൽസ് എവരി ഡേ, മോം പ്രിപ്പയർഡ് നൂഡിൽസ് ഫോർ മീ ഡെയിലി, ഞാൻ ദിവസവും നൂഡിൽസ് കഴിക്കാറുണ്ട്, അമ്മ എനിക്ക് എന്നും നൂഡിൽസ് ഉണ്ടാക്കി തരും. നോക്കിയേ, 3 പേര് നിന്ന് പറയുന്ന. ഇയാൾ എന്താ പറഞ്ഞത്, എനിക്ക് അപ്പം കടലക്കറിയാണ് ഇഷ്ടം. അപ്പോൾ ഈ പെങ്കൊച്ച് എന്താ പറഞ്ഞത്, എനിക്ക് പുട്ടും ബനാനയും പഴവുമാണ് ഇഷ്ടം. അപ്പം ഈ പയ്യൻ എന്താ പറഞ്ഞത്, എൻ്റെ അമ്മ എനിക്ക് എന്നും നൂഡിൽസാണ് ഉണ്ടാക്കി തരുന്നതെന്ന്. അല്ലേ? നിങ്ങളുടെ എന്തുമായിരിക്കും കുഞ്ഞുങ്ങളെ? രാവിലെ മിക്കവാറും എല്ലായിടും എന്താ, ദോശയും അല്ലേ, ദോശയായിരിക്കും അല്ലേ, ദോശ, ഇഡലി, പുട്ട്, ഇതായിരിക്കും. ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയുള്ളത് അല്ലേ, സത്യമല്ലേ? ഓക്കെ, നോക്കൂ കുഞ്ഞുങ്ങളെ, ഡിഡ് യു നോട്ടീസ് വാട്ട് ദ 3 children said? Will the food they like be enough for the growth and health of these 3? Write down your opinion പ്രസൻറ്റ് ഇൻ ദ ക്ലാസ് ആൻഡ് എക്സ്പ്ലെയിൻ. ഇവിടെ നോക്കൂ, 3 പേരും പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ 3 പേരുടെയും വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ഇവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണ പദാർത്ഥം മാത്രം മതിയാകുമോ? നിങ്ങളുടെ അഭിപ്രായം എഴുതോ, ക്ലാസ്സിൽ അവതരിപ്പിച്ച് കാരണം വിശദീകരിക്കുമോ. നോക്കൂ കുഞ്ഞുങ്ങളെ, എന്നും നമ്മൾ ഈ നൂഡിൽസ് കഴിക്കുക, നൂഡിൽസ് അതിനകത്തിലെ അല്ലേ മസാല അങ്ങനെ എന്നും കഴിക്കരുത് കേട്ടോ. അപ്പം നിങ്ങളായ തന്നെ എൻ്റെ കുഞ്ഞുങ്ങളെ, ആ നൂഡിൽസിനകത്തിലെ മസാല എന്നും ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ വയറ്റിനകത്ത് പ്രശ്നങ്ങളുണ്ടാവും കേട്ടോ. അതേപോലെ നമ്മൾ ഈ പറയുന്നതിലും അപ്പം ആയാലും പുട്ടും ഒക്കെ കഴിച്ചാൽ ഡെയിലി കഴിച്ചാലൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇത് അത്ര ശരിയായ ഇതല്ല, വല്ലപ്പോഴും ഒക്കെ ഓക്കെ കേട്ടോ. അപ്പം നമ്മുടെ അടുത്ത ചോദ്യം, വൈ ഫുഡ്? നോക്കൂ കുഞ്ഞുങ്ങളെ, ആഹാരം എന്തിനാ, നമ്മൾ എന്തിനാ ഈ ആഹാരം കഴിക്കുന്ന സത്യത്തിൽ അല്ലേ? രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും രാത്രിയിലും ഒക്കെ എന്തിനാ വൈ ഫുഡ്? എന്തിനാണ് ഈ ഫുഡ്, ആഹാരം എന്തിനാ? നാം നോക്കൂട്ടെ, വൈ ഡു വി ഈറ്റ് ഫുഡ്? അതൊരു ചോദ്യം കേട്ടോ. വൈ ഡു വി ഈറ്റ് ഫുഡ് നമ്മൾ എഴുതിയിട്ടുണ്ട്. വാട്ട് ഡു വി ഗെറ്റ് ഫ്രം ഫുഡ്? റീഡ് ദ റൈറ്റ് അപ്പ് ഫ്രം എ ചിൽഡ്രൻസ് മാഗസിൻ. നോക്കിക്കേ, നാം എന്തിനാണ് ആഹാരം കഴിക്കുന്നത്? ഈ ആഹാരത്തിൽ നിന്ന് എന്താണ് നമുക്ക് ലഭിക്കുന്നത്? കുട്ടികളുടെ മാസികയിൽ വന്നൊരു കുറിപ്പ് വായിക്കൂ എന്നാണ് പറയുന്നത്. വായിക്കൂ എന്നാ പറയുന്നത് കേട്ടോ. നോക്കിക്കേ, ഒരു ബോക്സ്, മഞ്ഞ ബോക്സ്, എല്ലാവർക്കും ഉണ്ടല്ലോ മഞ്ഞ ബോക്സ്. പേജ് നമ്പർ 9 നമ്മൾ വായിക്കുന്നത്. അതിനകത്ത് നോക്കൂ കുഞ്ഞുങ്ങളെ, അവർ ഹെൽത്ത്. എന്താ, ആ ബോക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതിനകത്ത് ഇന്ന് ക്വസ്റ്റ്യൻ ആൻസറുകളുണ്ട് കുഞ്ഞുങ്ങളെ. നമ്മുടെ ആരോഗ്യം, അവർ ഹെൽത്ത്. ഹെൽത്ത് എന്ന് വെച്ചാൽ ആരോഗ്യം എന്നാണ് കേട്ടോ. നമ്മൾ ഈ പഠിക്കുമ്പോൾ തന്നെ ഓരോ വാക്കും, അത് ഏത് ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിലും മലയാളം മീഡിയം ആണെങ്കിലും ഓരോ വാക്കും പഠിച്ചു പോണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ചില വാക്കുകൾ നമ്മൾ 6ാം ക്ലാസ് ആയതല്ലേ ഉള്ളൂ, എല്ലാ വാക്കുകളൊന്നും നമുക്കറിയത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഓരോ വാക്കും കേൾക്കുമ്പോൾ തന്നെ എന്താ പഠിച്ചു തന്നെ പോകണം കേട്ടോ. പിന്നത്തേക്കൊന്നും മാറ്റി ഒന്നും വെക്കേണ്ട. നോക്കിയേ, അവർ ഹെൽത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം. ഓക്കെ, നോക്കിക്കേ, ഫുഡ് പ്രൊവൈഡ്സ് എനർജി ഫോർ അവർ ഡെയിലി ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ്. എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്നത് ആഹാരമാണ്, ഫുഡാണ്. എന്താണ് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നു? അതൊരു ക്വസ്റ്റ്യൻ ആൻസർ ആവും നിങ്ങളെ. ഫുഡ് പ്രൊവൈഡ് എനർജി ഫോർ അവർ ഡെയിലി ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ്. നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഊർജം വേണം അല്ലേ? എന്തെങ്കിലുമൊക്കെ രാവിലെ എഴുന്നേക്കണമെങ്കിലും അത് കഴിഞ്ഞിട്ട് പല്ല് തേക്കണം, കുളിക്കണം, ചോറ് കഴിക്കണം, എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും അതിനെന്ത് വേണം? നമുക്ക് എനർജി വേണം അല്ലേ? എന്ന് വെച്ചാൽ ഊർജം വേണം. ഇത് എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? അതൊരു ക്വസ്റ്റ്യൻ ആൻസർ ആണ്. എവിടെ നിന്നാവും നിങ്ങളെ? ഫുഡ്, ആഹാരത്തിൽ നിന്നുമാണ് ഇത് നമ്മൾ കിട്ടുന്നത് അല്ലേ? നമ്മൾ ഒരു ദിവസം എന്തെങ്കിലുമൊക്കെ കഴിക്കാതിരുന്ന് നോക്കിയേ, നമ്മളോട് എന്താരും ചോദിച്ചാലും എനിക്ക് വയ്യ, ഞാനെങ്കിൽ വിശന്നിരിക്കുവോ, എനിക്ക് ഒരു വക ചെയ്യാൻ വയ്യ അല്ലേ, ഞാനങ്ങ് എന്തെല്ലാം അല്ലേ, ഞാനങ്ങ് മാണ്ടുപോയി, ഞാനങ്ങ് തളർന്ന്, എനിക്ക് ഉച്ചയ്ക്ക് ഞാൻ ചോറ് കഴിച്ചില്ല, അതുകൊണ്ട് എനിക്കങ്ങ് വയ്യ എന്നൊക്കെ നമ്മൾ പറയത്തില്ല. അതായത് ഒരു നേരം ആഹാരം കഴിച്ചില്ലെങ്കിൽ നമുക്ക് വയ്യ അല്ലേ? ഇവിടെ നോക്കി, അടുത്ത ന്യൂട്രിയൻസ് ആർ ദ കോമ്പോണൻസ് റിക്വയർഡ് ഫോർ അവർ ഗ്രോത്ത് ടു മെയിൻറ്റെയിൻ ഹെൽത്ത് ആൻഡ് ടു പ്രിവെൻറ്റ് ഡിസീസ്. ഇനി അതും ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആകും നിങ്ങൾ. എന്താ? നമ്മുടെ വളർച്ചയ്ക്കും ആരോഗ്യം നിലനിർത്തുന്നതിനും രോഗങ്ങളെ ചെറുക്കുന്നതിനും ആവശ്യമായ ഘടകമാണ് പോഷകങ്ങൾ. എന്താണ് ന്യൂട്രിയൻസ്? അതൊരു ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ് കേട്ടോ. എന്താണ് ന്യൂട്രിയൻസ് എന്നാൽ എന്താണ്? ഈ പാഠത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യമാണ് നിങ്ങൾ. ഞാനത് എഴുതിയിട്ടുണ്ട്, പറയാം. ന്യൂട്രിയൻസ് എന്ന് വെച്ചാൽ എന്താണ്? Nutrients are the components required for our growth
ടു മെയിൻറ്റെയിൻ ഹെൽത്ത് ആൻഡ് ടു പ്രിവെൻറ്റ് ഡിസീസ്. എന്ന് വെച്ചാൽ എന്താ, നമ്മൾ നമ്മുടെ വളർച്ചയ്ക്കും ആരോഗ്യം നിലനിർത്തുന്നതിനും രോഗങ്ങൾ, ഡിസീസ് എന്ന് വെച്ചാൽ രോഗങ്ങളാണ്, ഈ രോഗങ്ങളെ ചെറുക്കുന്നതിനും എന്ന് വെച്ചാൽ തടയുന്നതിനും ആവശ്യമായ ഘടകങ്ങളാണ് പോഷകങ്ങൾ അല്ലെങ്കിൽ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. ഇതോ വി ഒബ്റ്റെയിൻ ന്യൂട്രിയൻസ് ഫ്രം ഫുഡ് ഐറ്റംസ്. എവിടെ നിന്നാണ് ഇത് നമുക്ക് കിട്ടുന്നത്? ഇത് എവിടെ നിന്നാണ് കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടുന്നത്? ഇവ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നുമാണ്, അല്ലെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നുമാണ് നമുക്കിത് കിട്ടുന്നത്. നോക്കണേ, ഇനി അടുത്തതും ക്വസ്റ്റ്യൻ ആൻസറാ. ഏതൊക്കെയാവും കുഞ്ഞുങ്ങളെ നോക്കേ. കാർബോഹൈഡ്രേറ്റ്സ്. ആദ്യമായിട്ട് കേൾക്കുവാണെങ്കിൽ കേട്ടോണേ. കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ്, വിറ്റാമിൻസ് ആൻഡ് മിനറൽസ് ആർ ദ ന്യൂട്രിയൻസ് പ്രസൻറ്റ് ഇൻ ഫുഡ് ഐറ്റംസ്. നോക്കിയോ ഞങ്ങളെ, കാർബോഹൈഡ്രേറ്റ്സ്, പേര് നല്ലപോലെ അറിയണേ. പ്രോട്ടീനുകൾ, ഈ ഫാറ്റ് എന്ന് വെച്ചാൽ കൊഴുപ്പാട്ടോ, കൊഴുപ്പുകൾ. വിറ്റാമിൻസ്, വൈറ്റമിൻ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, വിറ്റാമിൻസ്. ആൻഡ് മിനറൽസ് എന്ന് വെച്ചാൽ ധാതുക്കളാണ്. എല്ലാത്തിനെയും മലയാളം അറിയാൻ വേണ്ടി പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ന്യൂട്രിയൻസ് എന്ന് വെച്ചാൽ പോഷകങ്ങൾ, മിനറൽസ് എന്ന് വെച്ചാൽ ധാതുക്കൾ കേട്ടോ. ഇൻ ഫുഡ് ഐറ്റംസ് എന്ന് വെച്ചാൽ നമുക്കിതൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? ഭക്ഷണ പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള പോഷക ഘടകങ്ങൾ ഏതെല്ലാം? അതൊരു ചോദ്യമാണ്. ഭക്ഷണ പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസ് ഏതൊക്കെ? കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ്, വിറ്റാമിൻസ് ആൻഡ് മിനറൽസ്. 5 എണ്ണം കേട്ടോ. ഇനി though water is not a nutrients component. ന്യൂട്രിയൻസ് കോമ്പോണൻസ് എന്ന് പറഞ്ഞാലും വെള്ളം അതിനകത്ത് ഉൾപ്പെടത്തില്ല കേട്ടോ. ജലം ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻ്റ് റിക്വയർഡ് ഫോർ അവർ ഡെയിലി ആക്ടിവിറ്റീസ്. നമ്മുടെ ശരീരത്തിലെ വെള്ളമില്ലാതെ വല്ല പ്രവർത്തനവും നടക്കുമോ കുഞ്ഞുങ്ങളെ? ഇല്ല. ജലം ഒരു പോഷക ഘടകമല്ലെങ്കിലും നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പ്രധാനപ്പെട്ട ഒരു പദാർത്ഥമാണ് വെള്ളം, അല്ലേ? വെള്ളമില്ലാതെ ഒരു പ്രവർത്തനവും നടക്കത്തില്ല. പക്ഷേ അതെന്താ, ന്യൂട്രിയൻസിൽ വരത്തില്ല കേട്ടോ. അടുത്ത നോക്കിയേ. ഫൈബർ പ്രസൻറ്റ് ഇൻ ദ ഫുഡ് ഐറ്റംസ് ആർ ആൾസോ റിക്വയർഡ് ഫോർ ബോഡിലി ആക്ടിവിറ്റീസ്. അടുത്ത ഫൈബറിനെ കുറിച്ചാണ്. ഭക്ഷ്യവസ്തുക്കളിൽ കാണുന്ന നാര്, ഫൈബറിൻ്റെ മലയാളം നാരുകൾ എന്നാണ്. നാരുകൾ, ഈ നാരുകൾ എന്താ, ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണ്. ശരീരത്തിൻ്റെ ബോഡിലി ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആര് വേണം? ഈ ഫൈബർ വേണം, വാട്ടർ വേണം, അല്ലേ? എന്തൊക്കെ വേണമെന്നറിയോ? പിന്നോ എല്ലാ ആഹാരത്തിലും ആൾ ഫുഡ് ഐറ്റംസ് മേ നോട്ട് കണ്ടെയ്ൻ ഓൾ എസെൻഷ്യൽ ന്യൂട്രിയൻസ് ഇൻ ആഡിക്വേറ്റ് ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ എന്താവും നിങ്ങളെ? എല്ലാ ആഹാരത്തിലും എല്ലാ പോഷകഘടകങ്ങളും മതിയായ അളവിൽ ഉണ്ടാകണമെന്നൊന്നുമില്ല. ഉണ്ടോ? എല്ലാത്തിലും എല്ലാം ഉണ്ടോ? നമ്മൾ ഏതെങ്കിലും ഒരു ഫുഡ് കഴിക്കുക, ഇപ്പോൾ ചോറ് കഴിക്കുക, ചോറിനകത്തിൽ എല്ലാം അടങ്ങിയെന്നും പറഞ്ഞാണോ നമ്മൾ കഴിക്കുന്നത്? അല്ല. ഹെൻസ് വി ഈറ്റ് എ വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് പ്രിപ്പയർഡ് യൂസിങ് ഡിഫറെൻറ്റ് ഇൻഗ്രീഡിയൻസ്. അതൊരു ക്വസ്റ്റ്യൻ ആൻസർ കേട്ടോ. ദ ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് വി ഈറ്റ്, ഇറ്റ്സ് ക്വാളിറ്റി ആൻഡ് ടൈം ഓഫ് കൺസംഷൻ ഇൻഫ്ലുവൻസ് അവർ ഹെൽത്ത്. സോ എവരി വൺ ഷുഡ് ഈറ്റ് ന്യൂട്രിയസ് ഫുഡ്. എന്തോ ഞങ്ങളെ ലാസ്റ്റിൽ പറഞ്ഞത് ഞാൻ ചുരുക്കി ഒന്നും കൂടി എന്ന് പറയാം. നമ്മുടെ ഇവിടെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. ഇതിനകത്തൊരു 4-5 ക്വസ്റ്റ്യൻ ആൻസർ വരുന്നുണ്ട്. അതായത് നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്നത് ആഹാരമാണ്, അല്ലേ? നമ്മുടെ വളർച്ചയ്ക്കും അതുപോലെ ആരോഗ്യം നിലനിർത്തുന്നതിനും രോഗങ്ങളെ ചെറുക്കുന്നതിനും ഒക്കെ ആവശ്യമായ ഘടകമാണ് ഈ പോഷകങ്ങൾ എന്ന് പറയുന്നത്. ഇവ നമുക്ക് ലഭിക്കുന്നത് ഭക്ഷണപദാർത്ഥങ്ങളിൽ നിന്നാണ്. ഭക്ഷണപദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പോഷക ഘടകങ്ങളാണ്, അത് ക്വസ്റ്റ്യൻ ആൻസർ ആണ്. ഏതൊക്കെയാ? കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ്, വിറ്റാമിൻസ് ആൻഡ് മിനറൽസ് കേട്ടോ. ന്യൂട്രിയൻസ് പ്രസൻസ് ഇൻ ഫുഡ് ഐറ്റംസ്. അത് നമ്മുടെ ഇത് നോക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ. ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ആണ്. അന്നേരം ഞാൻ ഒന്നും കൂടി പറയാം. ജലം ഒരു പോഷക ഘടകം അല്ലെങ്കിലും ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പ്രധാനപ്പെട്ട ഒരു പദാർത്ഥമാണ്. ഭക്ഷ്യവസ്തുക്കളിൽ കാണുന്ന നാരുകളും ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണ്. എല്ലാ ആഹാരത്തിലും എല്ലാ പോഷക ഘടകങ്ങളും മതിയായ അളവിൽ ഉണ്ടാകണമെന്നൊന്നുമില്ല.
അതിനാൽ നാം പലതരം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് വിവിധ ആഹാര പദാർത്ഥങ്ങൾ തയ്യാറാക്കി കഴിക്കുന്നുണ്ട് അല്ലേ. നാം കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളുടെ അളവ്, കഴിക്കുന്ന സമയം, അതിൻ്റെ വൈവിധ്യം, അതിൻ്റെ ഗുണമേന്മ എന്നിവ നമ്മുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? അതാണ് ആ മഞ്ഞ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെ ഒരു ചോദ്യം ഉണ്ട് കുഞ്ഞുങ്ങളെ. ഡിഡ് യു റീഡ് ദ റൈറ്റപ്പ്? കുറിപ്പ് നിങ്ങൾ വായിച്ചോ കുഞ്ഞുങ്ങളെ? അതായത് നമ്മളിവിടെ പറഞ്ഞില്ലായിരുന്നോ, ചിൽഡ്രൻസിൻ്റെ മാഗസീനിലുള്ളതാണെന്ന് ഇവിടെ പറഞ്ഞില്ലേ? അവരതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ ഡിഡ് യു റീഡ് ദ റൈറ്റപ്പ്? നിങ്ങളിത് വായിച്ചോ? എന്നിട്ടോ അനലൈസ് ഇറ്റ് യൂസിങ് ദ ഇൻഡിക്കേറ്റർ ഗിവൺ ബിലോ. താഴെ നൽകിയിരിക്കുന്ന ഇൻഡിക്കേറ്റർ എന്ന് വെച്ചാൽ സൂചകങ്ങൾ എന്നാണ് കേട്ടോ. ഇത് ഉപയോഗിച്ച് ഒരു വിശകലനം ചെയ്യൂ എന്നാ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം നോക്കിയേ. വിച്ച് ആർ ദ മേജർ ന്യൂട്രിയൻസ്? കുഞ്ഞുങ്ങളെ? വിച്ച് ആർ ദ മേജർ ന്യൂട്രിയൻസ്? പ്രധാനപ്പെട്ട പോഷക ഘടകങ്ങൾ നമ്മൾ ഈ പറഞ്ഞതിൽ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട പോഷക ഘടകങ്ങൾ? നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ. ഇത് ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് എഴുതിയിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. അപ്പോൾ അത് പഠിക്കണം കേട്ടോ, തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദി നീഡ് ഫോർ പ്രിപ്പയറിംഗ് ഫുഡ് യൂസിങ് ഡിഫറെൻറ്റ് ഇൻഗ്രീഡിയൻസ്? അതായത് വിവിധതരം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് നമ്മൾ ആഹാരം തയ്യാറാക്കുന്നതിൻ്റെ ആവശ്യകത എന്തിനാണ്? എന്തിനാ ഈ അതും ഇതും ഒക്കെ ഇട്ട് വെക്കേണ്ട ആവശ്യകത എന്തുവാ? അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അടുത്ത, വൈ ഡു വി ഈറ്റ് ന്യൂട്രിയൻസ് റിച്ച് ഫുഡ്? നാം എന്തിനാണ് ഈ പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നത് എന്നും ഒരു ചോദ്യം. അത് നമ്മൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാനത് പറയാം. അടുത്ത, നമ്മൾ ഈ കണ്ടെത്തിയ വിവരങ്ങൾ, അതായത് നോക്കിയേ, റൈറ്റ് ഡൗൺ യുവർ ഫൈൻഡിങ് ഇൻ ദ സയൻസ് ഡയറി. നമ്മൾ എന്തൊക്കെ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ടോ അത് നമ്മുടെ സയൻസ് ഡയറിയിൽ എഴുതണം. ലെറ്റ്സ് എൻക്വയർ മോർ അബൌട്ട് ദ ന്യൂട്രിയൻസ് ഇൻ ഫുഡ്. എന്നിട്ടോ ആഹാരത്തിലെ പോഷക ഘടകങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് വരാം. നമുക്ക് അന്വേഷിക്കാൻ പാം. ടു ഒബ്റ്റെയിൻ എനർജി. നോക്കിക്കേ, ഊർജം. എനർജി എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? ഊർജം അല്ലേ. ഈ ഊർജം ലഭിക്കാൻ, ടു ഒബ്റ്റെയിൻ ചെയ്യാന്ന് വെച്ചാൽ ലഭിക്കുക കേട്ടോ. എങ്ങനെ ലഭിക്കും ഊർജം ലഭിക്കാൻ? നോക്കിയേ, ഡു വി ഈറ്റ് ഫുഡ് ടു എൻജോയ് ദ ടേസ്റ്റ് ആൻഡ് ടു സാറ്റിസ്ഫൈ ഹങ്ങർ എലോൺ? What are the activities you usually engage in a day? Observe the picture. കാണുന്നുണ്ടോ നിങ്ങൾ? ഇതാണ് സംഭവം. ഞാൻ പറഞ്ഞത് ഇതാ. എന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇവിടെ ഹങ്ങർ എന്ന് വെച്ചാൽ വിശപ്പാണ് അല്ലേ. വിശപ്പ് മാറാനും നല്ല ടേസ്റ്റ് അല്ലേ, ടേസ്റ്റ് എന്ന് വെച്ചാൽ രുചി ആസ്വദിക്കാനും വേണ്ടി മാത്രമാണോ നമ്മൾ ആഹാരം കഴിക്കുന്നത്? വിശപ്പ് മാറാനും അതുപോലെ രുചി അറിയാനും വേണ്ടി മാത്രമാണോ കുഞ്ഞുങ്ങളെ നമ്മൾ ആഹാരം കഴിക്കുന്നത്? വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് യൂഷ്വലി എൻഗേജ് ഇൻ എ ഡേ? നമ്മൾ ഒരു ദിവസം നിങ്ങൾ എന്തെല്ലാം പ്രവർത്തികൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്? ഇവിടെ ചിത്രം ഒന്ന് നോക്കിയേ. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നു അല്ലേ, കുളിച്ചൊരുങ്ങി ചോറും കൊണ്ടോ അല്ലെങ്കിൽ സ്കൂളിൽ ചോറുണ്ടോ നമ്മൾ കഴിക്കാൻ പോകുന്നു. അവിടെ നോക്കി എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നോക്കി, ഇവിടെ 2 പെൺകുട്ടികൾ ഇരുന്ന് നോക്കിയ കയ്യിലൊരു ടോയ്സ് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുക. ഒരു പെൺകൊച്ച് കേട്ടോ, ഒരാൾ ഡീസൻ്റാ, ഇരുന്ന് പഠിക്കുക. പിന്നെ 2 പേരെന്ത് ചെയ്യുക, ബലൂണുകൾ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുക. നോക്കി, ആൺകുട്ടികളും പെൺകുട്ടികളും ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുക അല്ലേ, ബോൾ കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് പടത്തിൽ കൊടുത്തിരിക്കുന്നത് ആണല്ലോ. ആ ചിത്രം നോക്കാനാണ് നമ്മളോട് പറഞ്ഞത്. ഇത്രയും ഓക്കെയാണോ കുഞ്ഞുങ്ങൾ? അതായത് പേജ് നമ്പർ 9 കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി അടുത്തത് പേജ് നമ്പർ 10. നമുക്കിനി ക്വസ്റ്റ്യൻ ആൻസറും കൂടെ നോക്കൂ. ഓക്കെ, വാട്ട് ആക്ടിവിറ്റീസ് ഡു യു സീ ഇൻ ദ പിക്ചർ? ഡോണ്ട് ദീസ് ആക്ടിവിറ്റീസ് റിക്വയർ എനർജി? ഡു ദീസ് ആക്ടിവിറ്റീസ് റിക്വയർ ദ സെയിം എമൗണ്ട് ഓഫ് എനർജി? ഫ്രം വെയർ ഈസ് ദ എനർജി റിക്വയർഡ് ഫോർ ദീസ് ആക്ടിവിറ്റീസ് ഒബ്റ്റെയിൻഡ്? ലെറ്റ്സ് എക്സാമിൻ. എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ, ഇവിടെ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നമ്മൾ ആ ചിത്രത്തിൽ കാണുന്നത്? ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ഊർജം ആവശ്യമില്ലേ? ഇവിടെ നമ്മൾ പിള്ളേർ ഓരോന്ന് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു. നോക്കിക്കേ, പഠിക്കാനായാലും ഇവിടെ ഇരുന്ന് കളിക്കാനായാലും പിള്ളേരുടെ ഇത് എന്ത് ചെയ്യാനായാലും എന്ത് വേണമെന്നാണ് പറഞ്ഞത്? നമുക്ക് ഊർജം വേണം അല്ലേ, അതാ പറയുന്നത്. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ഊർജം ആവശ്യമില്ലേ എന്നൊരു ചോദ്യമാണ് ഇല്ലേ. ഇവയ്ക്കെല്ലാം ഒരേ അളവിലാണോ നമുക്ക് ഊർജം ആവശ്യമുള്ളത്? ഇതിനെല്ലാം വേണ്ട ഊർജം എവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്? നോക്കാം. അതൊരു ക്വസ്റ്റ്യൻ ആൻസർ ആണ് കേട്ടോ. നമുക്ക് ഈ പഠിക്കുന്നതിൻ്റെ നമ്മൾ പറഞ്ഞല്ലോ എന്താണ് ഈ ന്യൂട്രിയൻസ് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ഭക്ഷ്യവസ്തുക്കളെ നമുക്ക് ന്യൂട്രിയൻസ് എന്താണെന്ന് പഠിച്ചതിൽ അതിനകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് കാർബോഹൈഡ്രേറ്റ്സ്. ഒന്നാമത്തെ ആളാണ് കാർബോഹൈഡ്രേറ്റ്സ് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചും കൂടെ പറഞ്ഞു, അതിനെ എന്താണെന്നൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻ ആൻസർ എടുക്കാം. കാർബോഹൈഡ്രേറ്റ്സ് എന്ന് വെച്ചാൽ എന്താവും നിങ്ങളെ? എനർജി റിക്വയർഡ് ഫോർ ദ ബോഡി ഈസ് മെയിൻലി ഒബ്റ്റെയിൻഡ് ഫ്രം കാർബോഹൈഡ്രേറ്റ്സ്. ശരീരത്തിന് ആവശ്യമായ ഊർജ്ജം പ്രധാനമായും ലഭിക്കുന്നത് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്.
പിന്നോ ഈ കാർബോഹൈഡ്രേറ്റ് ഈസ് ഫൗണ്ട് ഇൻ ഫുഡ് ഐറ്റംസ് ഇൻ ഡിഫറെൻറ്റ് ഫോം ലൈക്ക് സ്റ്റാർച്ച്, ഷുഗർ, ഗ്ലൂക്കോസ്, സെല്ലുലോസ് ആൻഡ് ഫൈബർ. ഇതൊക്കെയാ സ്റ്റാർച്ച് എന്ന് വെച്ചാൽ അന്നജം, അതിൻ്റെയൊക്കെ മലയാളം ഒന്നും അറിയണില്ല. സ്റ്റാർച്ച് എന്ന് വെച്ചാൽ അന്നജം, ഷുഗർ എന്ന് വെച്ചാൽ നമുക്കറിയാം പഞ്ചസാര, ഗ്ലൂക്കോസ് തന്നെ, സെല്ലുലോസ്. പിന്നെ ഫൈബർ എന്ന് വെച്ചാൽ നാരുകളാണ്, നാരുകൾ അടങ്ങിയ ഫുഡ്, നമ്മളെ മാങ്ങ, ഫ്രൂട്ട്സ് ഐറ്റങ്ങളൊക്കെ അല്ലേ. സ്റ്റാർച്ച് ഈസ് പ്രസൻറ്റ്, അത് മാത്രമല്ല സ്റ്റാർച്ച് ഈസ് പ്രസൻറ്റ് ഇൻ അബണ്ടൻസ് ഇൻ സിറിൽസ് ആൻഡ് ട്യൂബേഴ്സ്. ഈ ട്യൂബേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താവും നിങ്ങളെ, കിഴങ്ങ് വർഗ്ഗങ്ങൾക്കാണ് ഈ ട്യൂബേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. കിഴങ്ങ് വർഗ്ഗങ്ങളുണ്ടല്ലോ, അതിനാണ് ട്യൂബേഴ്സ്. അപ്പോൾ ഇവിടെ ധാന്യങ്ങളും കിഴങ്ങ് വർഗ്ഗങ്ങളും എന്നിവയിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്നത് അന്നജമാണ്, മീൻസ് സ്റ്റാർച്ചാണ് കേട്ടോ. സ്റ്റാർച്ച് അതൊക്കെ ഒരു മാർക്കിന് ചിലപ്പോൾ ചോദിക്കാം. ഞാൻ ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഇടുമ്പോൾ അതൊക്കെ തരാൻ കുഞ്ഞുങ്ങളെ. സ്റ്റാർച്ച് ഈസ് പ്രസൻറ്റ് ഇൻ അബണ്ടൻസ് ഇൻ സിറിൽസ് ആൻഡ് ട്യൂബേഴ്സ് എന്ന് വെച്ചാൽ കിഴങ്ങ് വർഗ്ഗങ്ങളിലും അതുപോലെ തന്നെ ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്നത് സ്റ്റാർച്ച് അല്ലെങ്കിൽ അന്നജമാണ്. ഓക്കെ ആണോ? അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. അത്രയാ വായിച്ച കാർബോഹൈഡ്രേറ്റ്സ് വരെയുള്ള പിന്നെ എന്താ ടെസ്റ്റിൽ ഇവിടെ ഇതേണ്ട. വാട്ട് ആർ ദ ഫുഡ് ഐറ്റംസ് ദാറ്റ് ഷുഡ് ബി ഇൻക്ലൂഡഡ് മോർ ഇൻ അവർ ഡയറ്റ് ടു ഗെറ്റ് ദ റിക്വയർഡ് എമൗണ്ട് ഓഫ് എനർജി? നമുക്ക് ആവശ്യമായ ഊർജ്ജം ലഭിക്കണമെങ്കിൽ കഴിക്കുന്ന ആഹാരത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തേണ്ട ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണ്? അപ്പോൾ ഒരു പെൺകുച്ചു പറയും ഐ ഡ്രിങ്ക് മിൽക്ക് ഡെയിലി, ഞാൻ എന്നും പാൽ കുടിക്കും അല്ലേ. പാലിൽ നിന്നും എനിക്ക് എന്ത് കിട്ടും? ഐ ഡു ഗെറ്റ് സ്റ്റാർച്ച് ഫ്രം മിൽക്ക്, പാലിൽ നിന്നും എനിക്ക് എന്ത് കിട്ടുമെന്നാ, അന്നജം കിട്ടുമെന്ന്. ഡു ആൾ ഫുഡ് ഐറ്റംസ് കണ്ടെയ്ൻ സ്റ്റാർച്ച്? വാട്ട് ഡു യു തിങ്ക്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എല്ലാ ഭക്ഷ്യവസ്തുക്കളിലും അന്നജം ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സ്റ്റാർച്ച് ഉണ്ടെന്ന് ഉണ്ടോ? ഹൗ ഡു വി ഫൈൻഡ് ഔട്ട് സ്റ്റാർച്ച് ഈസ് പ്രസൻറ്റ് ഇൻ ദ ഫുഡ് വി ഈറ്റ്? ലെറ്റ്സ് ഡു ആൻ എക്സ്പെരിമെൻറ്റ്. നാം കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളിൽ അന്നജമുണ്ടോ എന്ന് എങ്ങനെ നമുക്ക് കണ്ടെത്താൻ പറ്റും? അതിനെക്കുറിച്ച് എഴുതാനുമാണ് പറഞ്ഞത്. അപ്പം നമുക്ക് ഇതുവരെ ഉള്ളതിൻ്റെ നോട്ടും കൂടി പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാടായി കഴിഞ്ഞാലേ പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് അതിൻ്റെ നോട്ട് നോക്കാം. നോക്കൂ നിങ്ങളെ, ഫസ്റ്റ് കാണാൻ പറ്റുന്നുണ്ടോ? ക്ലാസ് 6 ബേസിക് സയൻസ് ചാപ്റ്റർ 1 ഫുഡ് ഫോർ ഹെൽത്ത്, ആഹാരത്തിലൂടെ ആരോഗ്യം. കാണാൻ പറ്റുന്നുണ്ടല്ലോ? നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കി കുഞ്ഞുങ്ങളെ, ഭക്ഷ്യവസ്തുക്കളെ എങ്ങനെയെല്ലാം നമുക്ക് തരംതിരിക്കാം? ഒന്നാമത്തെ ചോദ്യമാണ്, ഭക്ഷ്യവസ്തുക്കളെ എങ്ങനെയെല്ലാം നമുക്ക് തരംതിരിക്കാം. ഹൗ ക്യാൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫുഡ് ഐറ്റംസ് എന്നോ ക്ലാസിഫൈ ഫുഡ് ഐറ്റംസ് എന്നോ പറഞ്ഞാൽ മതി. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നതും ശരിയാട്ടോ. ക്ലാസിഫിക്കേഷൻ ഓഫ് ഫുഡ് ഐറ്റംസ് നോക്കിക്കേ. ഒന്ന് സിറിൽസുകൾ, ഞാൻ പറഞ്ഞല്ലോ മുമ്പേ ആ പടം കാണിച്ചിട്ട് പറഞ്ഞില്ലേ എന്ന് വെച്ചാൽ നണ്ടേ ഈ പടം ഇല്ലേ കുഞ്ഞുങ്ങളെ, അതാ നണ്ടേ ഇത്. ഒന്നാമത്തത് ഏതാ? സിറിൽസുകൾ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പൾസസ്, ലീഫി വെജിറ്റബിൾ അല്ലേ. അതിൻ്റെ മലയാളവും ഉണ്ട് ഇംഗ്ലീഷും ഉണ്ട് കേട്ടോ. സിറിൽസ് എന്ന് വെച്ചാൽ ധാന്യങ്ങൾ, ഫ്രൂട്ട്സ് പഴങ്ങൾ, വെജിറ്റബിൾസ് പച്ചക്കറികൾ, പൾസസ് പയറുവർഗ്ഗങ്ങൾ, ലീഫി വെജിറ്റബിൾസ് എന്ന് വെച്ചാൽ ഇലക്കറികൾ. ഒന്നാമത്തെ. 2, നിങ്ങൾ ഒരു ദിവസം സാധാരണ കഴിക്കാനുള്ള ഭക്ഷണം പട്ടികപ്പെടുത്തൂ എന്ന് നമ്മളോട് ചോദിച്ചു. അതെ, ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ ആൻസറുകളാണ് ഇതെല്ലാം കേട്ടോ. നോക്കുന്നില്ല, ബ്രേക്ക്ഫാസ്റ്റ് പ്രഭാത ഭക്ഷണമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തന്നെ കൊടുക്കുക, ഇത് തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. നമുക്കറിയാവുന്ന എന്ത് വേണമെങ്കിലും എഴുതാൻ മുമ്പ് ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ ലഞ്ചിനും ഡിന്നറിനും ഒക്കെ എന്താണ്, രാത്രിയിൽ എന്താ കഴിക്കുന്നത്, പിന്നെന്താ രാവിലെ എന്താ കഴിക്കുന്നത്, അത് നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം കേട്ടോ. ഇത് തന്നെ നിങ്ങൾക്ക് കൊടുക്കണമെന്നൊന്നുമില്ല. ഇഡലി, ദോശ, അപ്പം, ചപ്പാത്തി, റൈസ്, ബിരിയാണി, അവിയൽ, റൈസ്, ചപ്പാത്തി, ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ കൊടുക്കാം നിങ്ങളെ. ഇനി നാം എന്തിനാണ് ആഹാരം കഴിക്കുന്നത്? വൈ ഡു വി ഈറ്റ് ഫുഡ്? നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്നതിനാണ് നമ്മൾ ഊർജം നൽകുന്നത് ആഹാരമാണ്. നാം എന്തിനാണ് ആഹാരം കഴിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന ഊർജം ആരാ തരുന്നത്? നമ്മൾ കഴിക്കുന്ന ആഹാരമാണെന്നാവും കുഞ്ഞുങ്ങളെ. അത് ഞാൻ പറഞ്ഞല്ലോ, അതാണ്ട് ഫുഡ് പ്രൊവൈഡ് എനർജി ഫോർ അവർ ഡെയിലി ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ്. വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ കുഞ്ഞുങ്ങളെ? എന്താ നമ്മുടെ ഫുഡ് പ്രൊവൈഡ് എനർജി ഫോർ അവർ ഡെയിലി ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ്. ഓക്കെ ആണല്ലോ 3. അടുത്ത 4. എന്താ ഞാൻ പറഞ്ഞില്ല, അതിനകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ എന്താണ് ന്യൂട്രിയൻസ്? പോഷകങ്ങൾ എന്നാൽ എന്ത്? ന്യൂട്രിയൻസ് ആർ ദ കോമ്പോണൻസ് റിക്വയർഡ് ഫോർ അവർ ഗ്രോത്ത്, ടു മെയിൻറ്റെയിൻ ഹെൽത്ത് ആൻഡ് ടു പ്രിവെൻറ്റ് ഡിസീസ്. വി ഒബ്റ്റെയിൻ ന്യൂട്രിയൻസ് ഫ്രം ഫുഡ് ഐറ്റംസ്. അതത്രയും എഴുതണം കുഞ്ഞുങ്ങളെ. 3 മാർക്കൊക്കെ ചിലപ്പം കിട്ടും കേട്ടോ. 3 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയൊക്കെ ചോദ്യമായിരിക്കും. അതായത് നമ്മുടെ വളർച്ചയ്ക്കും ആരോഗ്യം നിലനിർത്തുന്നതിനും രോഗങ്ങളെ ചെറുക്കുന്നതിനും ആവശ്യമായ ഘടകങ്ങളാണ് പോഷക ഘടകങ്ങൾ. ഇവ നമുക്ക് ലഭിക്കുന്നത് ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നാണ്.
ഓക്കെയാണോ? നമ്മുടെ വളർച്ചയ്ക്കും ആരോഗ്യം നിലനിർത്തുന്നതിനും രോഗങ്ങളെ ചെറുക്കുന്നതിനും ആവശ്യമായ ഘടകങ്ങളാണ് പോഷകങ്ങൾ. ഇവ നമുക്ക് ലഭിക്കുന്നത് ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നാണ്. ആ പ്രിവെൻറ്റ് ഡിസീസ് വരെയും ഇംഗ്ലീഷുകാർ പഠിക്കണേ കുഞ്ഞുങ്ങളെ. ന്യൂട്രിയൻസ് ആർ ദ കോമ്പോണൻസ് റിക്വയർഡ് ഫോർ അവർ ഗ്രോത്ത് ടു മെയിൻറ്റെയിൻ ഹെൽത്ത് ആൻഡ് ടു പ്രിവെൻറ്റ് ഡിസീസ്. വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അടുത്ത നാലാമത്തത് വിച്ച് ആർ ദ മേജർ ന്യൂട്രിയൻസ്. വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മളിപ്പോൾ ന്യൂട്രിയൻസ് പഠിച്ചതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ മേജർ ന്യൂട്രിയൻസുകൾ, ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂട്രിയൻസുകൾ. ഇപ്പം നമ്മൾ പറഞ്ഞു, ഒന്ന് കാർബോഹൈഡ്രേറ്റ്സ്. എന്താ കുഞ്ഞുങ്ങളെ? കാർബോഹൈഡ്രേറ്റുകൾ. അത് മലയാളവും ഇംഗ്ലീഷും അത് തന്നെയാണ് കേട്ടോ. ധാന്യകം, അന്നജം എന്നൊക്കെ കാർബോഹൈഡ്രേറ്റ്സിനകത്ത് വരുന്നത് കേട്ടോ. അടുത്ത പ്രോട്ടീൻസ്, പ്രോട്ടീനുകൾ എന്നാണ് മലയാളം പറയുന്നത്. ഫാറ്റ് എന്ന് വെച്ചാൽ കൊഴുപ്പുകൾ അല്ലേ. വിറ്റാമിൻസ്, വിറ്റാമിനുകൾ അല്ലേ, അല്ലെങ്കിൽ ധാതുക്കൾ. എന്താ? മിനറൽസ്. ഈ 5 എണ്ണത്തിൻ്റെ പേരും അറിയണം കേട്ടോ. ഇതിൻ്റെ എല്ലാം മലയാളമാകും നിങ്ങൾ ഈ എഴുതി വെച്ചേക്കുന്നത്. കാർബോഹൈഡ്രേറ്റ്സ് കേട്ടോ, വായിക്കാൻ അറിയണേ. പ്രോട്ടീൻസുകൾ. ഫാറ്റ് എന്ന് വെച്ചാൽ കൊഴുപ്പുകളാണ്, ഫാറ്റ്സ്. വിറ്റാമിൻസ് ഉണ്ട്, വൈറ്റമിന് നമ്മൾ വിറ്റാമിനുകൾ എന്ന് പറയും. മിനറൽസ് എന്താ? ധാതുക്കൾ. ഈ 5 എണ്ണത്തിൻ്റെ പേരും നല്ലതുപോലെ പഠിക്കണം. ഓക്കെ ആണോ? 5-മത്തെ ഓക്കെ ആണോ നിങ്ങളെ? അടുത്ത 6-മത്തെ ചോദ്യം. നമ്പർ 5 എന്ന് എഴുതിയ 6-മത്തെ കേട്ടോ. വാട്ട് ഈസ് ദ നീഡ് ഫോർ പ്രിപ്പയറിംഗ് ഫുഡ് യൂസിങ് ഡിഫറെൻറ്റ് ഇൻഗ്രീഡിയൻസ്. നമ്മൾ വിവിധതരം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് ആഹാരം തയ്യാറാക്കുന്നതിൻ്റെ ആവശ്യകത എന്താവും നിങ്ങളെ? വിവിധതരം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് ആഹാരം തയ്യാറാക്കുന്നതിൻ്റെ ആവശ്യകത എന്താണ്? എന്താ? ഇപ്പം നമ്മൾ ജസ്റ്റ് ഒരു ചമ്മന്തി അരയ്ക്കുക അല്ലേ. അപ്പോൾ അതിന് തേങ്ങ, മുളക്, ഉപ്പ് അല്ലേ, എന്താ ഇഞ്ചി, കൊച്ചുള്ളി, എന്തൊക്കെയാണ് അതിനകത്ത് ഇടുന്നത്? എന്തിനാ അതിൻ്റെ ആവശ്യം എന്താണെന്നാണ് ചോദിക്കുന്നത്. വിവിധതരം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ചാണ് നമ്മൾ ആഹാരം തയ്യാറാക്കുന്നത്. ഇതിൻ്റെ ആവശ്യകത എന്താണ്? നോക്കൂ. പ്രൊവൈഡ് വെറൈറ്റി ഇൻ ടേസ്റ്റ്. പ്രൊവൈഡ് വെറൈറ്റി ഇൻ ടേസ്റ്റ്. പിന്നെ എൻഷ്യൂർസ് എ ബാലൻസ്ഡ് ഡയറ്റ് വിത്ത് എസെൻഷ്യൽ ന്യൂട്രിയൻസ്. പിന്നെ ആൾ ഫുഡ് ഐറ്റംസ് മേ നോട്ട് കണ്ടെയ്ൻ ഓൾ എസെൻഷ്യൽ ന്യൂട്രിയൻസ് ഇൻ ആഡിക്വേറ്റ് ക്വാണ്ടിറ്റി. ഇത് നമ്മളായ മുമ്പ് ഒരു ബോക്സ് തന്നില്ലേ കുഞ്ഞുങ്ങളെ, മഞ്ഞ ബോക്സ്. ഇതിനകത്തിലെ എന്താ വരുന്നതാണ് കേട്ടോ, ഇതിനകത്തിലുള്ളതാണ്. നോക്കിയേ. ഹെൻസ് വി ഈറ്റ് എ വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് പ്രിപ്പയർഡ് യൂസിങ് ഡിഫറെൻറ്റ് ഇൻഗ്രീഡിയൻസ്. കാണാൻ പറ്റുന്നുണ്ടോ ആ ചോദ്യത്തിന് ഉത്തരം? അതായത് പ്രൊവൈഡ് വെറൈറ്റി ഇൻ ടേസ്റ്റ്. നമുക്ക് വ്യത്യസ്തമായ രുചി നൽകുന്നുണ്ട് അല്ലേ, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. വെറൈറ്റി. നമ്മളിപ്പോൾ ഒരു ചമ്മന്തിയുടെ കാര്യം പറഞ്ഞില്ല, ഇഞ്ചി ഇട്ട് നമുക്ക് അരയ്ക്കാം, ഇഞ്ചി ഇല്ലാതെ അരയ്ക്കാം, കൊച്ചുള്ളി കൂട്ടിയിട്ട് അരയ്ക്കാം. കുറച്ച് നമുക്ക് എന്താ ഏത് രീതിയിലാണോ നമുക്ക് ഇഷ്ടമുള്ളത് ആ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. വ്യത്യസ്ത രുചിയിൽ നമുക്ക് ചെയ്യാം അല്ലേ. അതുപോലെ എൻഷ്യൂർസ് എ ബാലൻസ്ഡ് ഡയറ്റ് വിത്ത് എസെൻഷ്യൽ ന്യൂട്രിയൻസ്. ആവശ്യ പോഷകങ്ങൾ അടങ്ങിയ ഒരു ഈ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് വെച്ചാൽ സമീകൃത ആഹാരം എന്ന് അതിൻ്റെ മലയാളം കേട്ടോ. അത് നമുക്ക് എൻഷ്യൂർ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഉറപ്പ് വരുത്തുന്നു. എന്താ നിങ്ങളെ? എൻഷ്യൂർസ് എ ബാലൻസ്ഡ് ഡയറ്റ് വിത്ത് എസെൻഷ്യൽ ന്യൂട്രിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യ പോഷകങ്ങൾ അടങ്ങിയ സമീകൃത ആഹാരം നമുക്ക് ഉറപ്പ് വരുത്തുന്നു. 3-മത്തെ ഓൾ ഫുഡ് ഐറ്റംസ് മേ നോട്ട് കണ്ടെയ്ൻ ഓൾ എസെൻഷ്യൽ ന്യൂട്രിയൻസ് ഇൻ ആഡിക്വേറ്റ് ക്വാണ്ടിറ്റി. ഹെൻസ് വി ഈറ്റ് വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് പ്രിപ്പയർഡ് യൂസിങ് ഡിഫറെൻറ്റ് ഇൻഗ്രീഡിയൻസ്. എന്ന് വെച്ചാൽ എല്ലാ ഭക്ഷ്യവസ്തുക്കളിലും ആവശ്യമായ എല്ലാ പോഷകങ്ങളും മതിയായ അളവിൽ അടങ്ങിയിരിക്കണമെന്നൊന്നുമില്ല. നമ്മളിപ്പോൾ എന്തെങ്കിലും കഴിക്കുമെങ്കിൽ അതിനകത്തിലെല്ലാം എന്താ പോഷക ഘടകങ്ങളും അടങ്ങിയിരിക്കണമെന്നൊന്നുമില്ല. അതിനാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വേറെ വ്യത്യസ്ത ചേരുവകളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ വ്യത്യസ്ത രീതിയിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നു. അത്രയും അറിഞ്ഞാൽ മതി കുഞ്ഞുങ്ങൾ കേട്ടോ. അത്രയേ ഉള്ളൂ സംഭവം. അടുത്തത് 6-മത്തെ. വൈ ഡു വി ഈറ്റ് ന്യൂട്രിയൻസ് റിച്ച് ഫുഡ്? വൈ ഡു വി ഈറ്റ് ന്യൂട്രിയൻസ് റിച്ച് ഫുഡ്? നാം എന്തിനാണ് പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നത്? എന്തിനു വേണ്ടിയാ? ഒന്ന്, പ്രിവെൻറ്റ് ഇൽനെസ് ആൻഡ് ഡിസീസ്. ഇതൊക്കെ കഴിക്കുന്നത്, ഇൽനെസ് എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? രോഗങ്ങളാണ് കേട്ടോ. രോഗം, ഡിസീസും എന്താ രോഗങ്ങളാണ്. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാന്ന് വെച്ചാൽ തടയുന്നു. നാം പോഷകാഹാരങ്ങൾ നമ്മളിങ്ങനെ ഈ എന്താ നല്ല റിച്ച് ഫുഡ് അല്ലേ, ഇവിടെ ന്യൂട്രിയൻസ് റിച്ച് ഫുഡ് നമ്മൾ എന്തിനാണ് കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗങ്ങൾ വരാതെ നമ്മളെ തടയുന്നുണ്ട്. പിന്നോ കീപ്പ് അവർ ബോഡി ഫങ്ഷനിങ് പ്രോപ്പർലി. നമ്മുടെ ശരീരത്തിലെ ശരിയായ പ്രവർത്തനം അപ്പം നടക്കും.
നമ്മുടെ ശരീരം ശരിയായിട്ട് പ്രവർത്തിക്കും. നമ്മുടെ ശരീരത്തിൽ വേണ്ടുന്ന ആഹാരങ്ങൾ നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ശരീരം വേണ്ടുന്ന രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുമെന്നാണ് പറയുന്നത്. പ്രൊവൈഡ് എനർജി ഫോർ ഗ്രോത്ത് ആൻഡ് ആക്ടിവിറ്റീസ്, നമ്മുടെ വളർച്ചയ്ക്കും പ്രവർത്തനങ്ങൾക്കും ഊർജം നൽകുകയും ചെയ്യുന്നു. 3 പോയിന്റ് ഏത് ക്വസ്റ്റ്യൻ ആൻസറിൻ്റെയും 3 ചെറിയ പോയിന്റുകൾ നോക്കി എഴുതിയിട്ടുള്ളൂ കുഞ്ഞുങ്ങളെ. അതെങ്കിലും പഠിക്കണേ കേട്ടോ. നമ്മുടെ കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞല്ലോ ചെറിയ ചെറിയ സെൻറ്റൻസുകളാണ് തരുന്നത്. അപ്പോൾ അതങ്ങ് പഠിക്കുക. ഓക്കെ, വൈ ഡു വി ഈറ്റ് ന്യൂട്രിയൻസ് റിച്ച് ഫുഡാണ്. അതിൻ്റെ 3 പോയിൻ്റാണിത്. മലയാളവും ഉണ്ട്, ഇംഗ്ലീഷും ഉണ്ട്. 7ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് യു യൂഷ്വലി എൻഗേജ് ഇൻ എ ഡേ? നിങ്ങൾ സാധാരണയായിട്ട് ഒരു ദിവസം ഏർപ്പെടുന്ന പ്രവൃത്തികൾ എന്തെല്ലാമായിരിക്കും? ഇതൊക്കെ ടെസ്റ്റിലെ ചോദ്യമാവും നിങ്ങൾ കേട്ടോ. ഇത് ഞാനിടുന്നതല്ല, നമ്മുടെ ടെസ്റ്റിലെ കുറേ ചോദ്യങ്ങളാണ്. വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് യു യൂഷ്വലി എൻഗേജ് ഇൻ എ ഡേ? ഒരു ദിവസം നിങ്ങൾ എന്തൊക്കെ പ്രവൃത്തികളാണ് നമ്മളൊക്കെ ചെയ്യുന്നതെന്ന്. എന്തൊക്കെയാണ് ചെയ്യുന്നത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു 4 എണ്ണത്തിൻ്റെ പേര് എഴുതിയാൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ചിലവർക്ക് 24 മണിക്കൂറും കളിയായിരിക്കും അല്ലേ? പിള്ളേരാരെങ്കിലും വരുവാണെങ്കിൽ മുറ്റത്ത് കളി. അല്ല ചിലവരെന്താണ് TV കാണലായിരിക്കും അല്ലേ? വാച്ചിങ് ദ TV അല്ലേ? പിന്നോ ചിലർ മൊബൈലായിരിക്കും. അമ്മയുടെയോ അച്ഛൻ്റെയോ ഫോണങ്ങാണോ ഒന്ന് താഴെ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? അത് മാറിയിരുന്ന് പാത്തിരുന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇരുന്ന് കളിയായിരിക്കും അല്ലേ? ഓരോരുത്തരും ഓരോ രീതിയാണ്. ഇവിടെ റീഡിങ് ബുക്ക്, നമ്മൾ ചില കുട്ടികളുണ്ട് ബുക്ക് വായിക്കുന്ന ശീലമുണ്ട്. റീഡിങ് ബുക്ക്, പ്ലേയിങ് വിത്ത് ഫ്രണ്ട്സ്, സുഹൃത്തുക്കളുമായിട്ട് കളിക്കുന്നവരുണ്ട്. അറ്റൻഡിങ് സ്കൂളിൽ ചേരുന്നവരുണ്ട്, സ്കൂളിൽ പോയി അല്ലേ സ്കൂളിൽ ചേരുന്നവർ. സ്പെൻഡിങ് ടൈം വിത്ത് ഫാമിലി, നമ്മുടെ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നവരുമുണ്ട്. കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നു. നിങ്ങൾ ഇത് തന്നെ എഴുതണമെന്നില്ല കുഞ്ഞുങ്ങളെ. നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും 4 എണ്ണം എഴുതിയാലും മതി കേട്ടോ. ഇത് തന്നെ എഴുതണമെന്നില്ല, ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതിയാൽ മതി. അപ്പോൾ ഈ പാഠത്തിൽ മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ന്യൂട്രിയൻസും. നമ്മളിപ്പോൾ ഈ പറഞ്ഞ മേജർ ന്യൂട്രിയൻസും അതുപോലെ തന്നെ ആ മേജർ ന്യൂട്രിയൻസിലെ 1ാമത്തെ ആളാണ് ആരാ? കാർബോഹൈഡ്രേറ്റ്. എന്താണ് ഈ കാർബോഹൈഡ്രേറ്റ്? നമ്മൾ ന്യൂട്രിയൻസ് എന്നാൽ എന്തെന്ന് പഠിച്ചില്ലേ കുഞ്ഞുങ്ങളെ? അതിനകത്തിലെ 1ാമത്തെ ആൾ ആരാണ്? കാർബോഹൈഡ്രേറ്റ്സ് ആണ് അല്ലേ? മേജർ ന്യൂട്രിയൻസിലെ 1ാമത്തെ ആൾ കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് നോക്കിക്കേ. എനർജി റിക്വയർഡ് ഫോർ ദ ബോഡി ഈസ് മെയിൻലി ഒബ്റ്റെയിൻഡ് ഫ്രം കാർബോഹൈഡ്രേറ്റ്. Carbohydrate is found in food items in different form like starch, sugar, glucose, cellulose and tubers. മുമ്പ് നമ്മളിത് വായിച്ചതാ. സ്റ്റാർച്ച് ഈസ് പ്രസൻറ്റ് ഇൻ അബണ്ടൻസ് ഇൻ സിറിൽസ് ആൻഡ് ട്യൂബേഴ്സ്. മുമ്പ് നമ്മൾ ടെസ്റ്റ് വായിച്ചപ്പോൾ പറഞ്ഞതാ അല്ലേ? എന്താണെന്നറിയോ? ഇംഗ്ലീഷുകാർ കണ്ടോ കുഞ്ഞുങ്ങളെ? അത് സെൻറ്റൻസ് മാറ്റുന്നുണ്ട് ഇങ്ങനെ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി. എങ്ങനെ വേണമെങ്കിലും പഠിക്കാം കേട്ടോ. സെൻറ്റൻസ് മാറ്റുമോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ആ 3 സെൻറ്റൻസും പഠിച്ചിരിക്കണം കേട്ടോ. ശരീരത്തിന് ആവശ്യമായ ഊർജം പ്രധാനമായിട്ടും നമുക്ക് ലഭിക്കുന്നത് കാർബോഹൈഡ്രേറ്റിൽ നിന്നുമാണ് കേട്ടോ. ഞങ്ങളെ മലയാളംകാർ ഇത് എഴുതിയെടുക്കണേ. അന്നജം എന്ന് വെച്ചാൽ സ്റ്റാർച്ച്, പഞ്ചസാര, ഷുഗർ, ഗ്ലൂക്കോസ്, സെല്ലുലോസ്, ഫൈബർ, നാരുകൾ എന്നീ വിവിധ രൂപങ്ങളിൽ കാർബോഹൈഡ്രേറ്റ് ഭക്ഷ്യവസ്തുക്കളിൽ കാണപ്പെടുന്നുണ്ട്. ധാന്യങ്ങൾ, ട്യൂബേഴ്സ് എന്ന് വെച്ചാൽ മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, കിഴങ്ങ് വർഗ്ഗങ്ങൾ, ധാന്യം എന്ന് വെച്ചാൽ സീരിയൽസുകൾ അല്ലേ, ഇത് എന്നിവയിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്നത് അന്നജമാണ്. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അത് വൃത്തിയായിട്ട് അത് എഴുതിയെടുക്കണേ. അപ്പം നമ്മളിപ്പോൾ 9 എണ്ണമായി കേട്ടോ. ഞാൻ നമ്പർ 8 ആണെങ്കിൽ ഒരെണ്ണം ഉണ്ട്. ഓക്കെ, അടുത്ത നോക്കിയേ 9ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ ഫുഡ് ഐറ്റംസ് ദാറ്റ് ഷുഡ് ബി ഇൻക്ലൂഡഡ് മോർ ഇൻ അവർ ഡയറ്റ് ടു ഗെറ്റ് ദ റിക്വയർഡ് എമൗണ്ട് ഓഫ് എനർജി? എന്ന് വെച്ചാൽ നമുക്ക് ഇതിന് ടെസ്റ്റിലെ ചോദ്യം കുഞ്ഞുങ്ങളെ, നമുക്ക് ആവശ്യമായ ഊർജ്ജം ലഭിക്കണമെങ്കിലേ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തേണ്ട ഭക്ഷ്യവസ്തുക്കൾ എന്തെല്ലാമാ? നമുക്ക് ആവശ്യമായ ഊർജ്ജം നമുക്ക് ലഭിക്കണമെങ്കിലേ, ചോദ്യം കേട്ടോടെ, നമ്മൾ ഈ കഴിക്കുന്ന ആഹാരത്തിൽ കൂടുതലായിട്ട് നമ്മൾ ഇനി എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടതെന്നൊരു ചോദ്യമുണ്ട്. എന്തൊക്കെയാണ് നിങ്ങളെ? ഗ്രെയിൻസുകൾ എന്ന് വെച്ചാൽ ധാന്യങ്ങൾ, വെജിറ്റബിൾസ് പച്ചക്കറികൾ, ഫ്രൂട്ട്സ് പഴങ്ങൾ, സീഡ്സ് വിത്തുകൾ, നട്ട്സ് ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. നട്ട്സ്, സീഡ്സ്, ഫ്രൂട്ട്സ്, ഇങ്ങനെയുള്ള സിസസുകൾ, വിത്തുകൾ. പിന്നെ നമ്മൾ ലീഫി വെജിറ്റബിൾസ്, ഇലക്കറികൾ. പിന്നെ അതുപോലെ ഡയറി പ്രൊഡക്റ്റുകൾ, ഈ പാല്, ചോക്ലേറ്റുകളൊക്കെ ഉണ്ടല്ലോ, പാല്, ഡയറി പ്രൊഡക്ട്സുകൾ, ഡയറി മിൽക്ക്, ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഇപ്പം അല്ലേ. പാലുൽപ്പന്നങ്ങൾ തുടങ്ങിയവയൊക്കെ കഴിച്ചാൽ നമുക്ക് നല്ല ഊർജ്ജം ലഭിക്കുമെന്നാണ് പറയുന്നത് കേട്ടോ. നമുക്ക് ആവശ്യമായ ഊർജ്ജം ലഭിക്കണമെങ്കിൽ ഈ ചോദ്യം എല്ലാം ടെസ്റ്റിലെ ക്വസ്റ്റ്യനുകളാവും നിങ്ങൾ കേട്ടോ. ഇതെല്ലാം എന്ന് വിചാരിക്കും ഇതിലൊക്കെ ചോദ്യം ഉണ്ടോ എന്ന് ചോദിക്കും. ഇതൊക്കെ ചോദ്യമായിട്ട് നമ്മുടെ ടെസ്റ്റിൽ ചോദിച്ചത് കൊണ്ടാണ് ഇങ്ങനെ കേട്ടോ. ധാന്യങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ, വിത്തുകൾ, ഇലക്കറികൾ, പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ. അടുത്ത ലാസ്റ്റ് നോക്കിയാൽ വൈ ഡു വി ഹാവ് ഫുഡ്?
എന്താ കുഞ്ഞുങ്ങളെ, വൈ ഡു വി ഹാവ് ഫുഡ് മുമ്പ് നമ്മൾ ചോദിച്ചല്ലേ, ഫുഡ് എന്തിനാ ഫുഡ് കഴിക്കുന്നത് എന്തിനാ നമ്മൾ? ടു ഗെറ്റ് എനർജി. ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഫുഡിനെ സംബന്ധിച്ച് ചോദിച്ചാൽ എന്തിനാ ഫുഡ് കഴിക്കുന്നത്? ടു ഗെറ്റ് എനർജി, നമുക്ക് ഊർജ്ജം ലഭിക്കുന്നതിന് മാത്രമാണോ? ഫോർ ഗെറ്റിംഗ് ന്യൂട്രിയൻസ്, നമുക്ക് പോഷകങ്ങൾ, ന്യൂട്രിയൻസ് എന്ന് വെച്ചാൽ പോഷകങ്ങൾ ലഭിക്കുന്നതിന്. ടു അക്വയർ ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ നമുക്ക് പ്രതിരോധശേഷി നേടാൻ വേണ്ടി അല്ലേ, എന്തിനേയും പിടിച്ചു നിൽക്കാനുള്ള ഒരു പ്രതിരോധശേഷി വേണം. പിന്നെ അതുപോലെ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് മെറ്റാബോളിക് ആക്ടിവിറ്റീസ്, നമ്മുടെ ശരീരത്തിലെ മെറ്റാബോളിക് പ്രവർത്തനങ്ങളാണ് എന്ന് വെച്ചാൽ ജീവല പ്രവർത്തനങ്ങളുടെ ശരിയായ പ്രവർത്തനത്തിനും നമ്മൾ ആഹാരം കഴിച്ചെങ്കിലേ ഒക്കത്തുള്ളൂ. അപ്പോൾ 11 ക്വസ്റ്റ്യൻ ആൻസർ ആയി കുഞ്ഞുങ്ങളെ. ദ ലാസ്റ്റ് ഇതൊരു ബോക്സിൽ കയറ്റി നിങ്ങൾ എഴുതിയേക്കണം. ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ഒരു ഫുഡാണ് റൈസ്, അതുപോലെ പ്രോട്ടീൻസ് അടങ്ങിയ ഒരു ഫുഡാണ് ഫിഷ് കേട്ടോ. ഫാറ്റ്, കൊഴുപ്പ് അടങ്ങിയത് ഓയിലാണ്. ഓയിൽ പരിധി കൂടുതൽ കഴിക്കുന്ന കൊഴുപ്പിന് കേട്ടോ. അതുപോലെ വിറ്റാമിൻസ് ആൻഡ് മിനറൽസ് എന്ന് വെച്ചാൽ ഫ്രൂട്ട്സും വെജിറ്റബിളും ഒക്കെ അതിനകത്തിൽ വരുന്നതാണ് കേട്ടോ കുഞ്ഞുങ്ങളെ. അപ്പം നമ്മൾ 12 ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ ഇതിനകത്ത് 12 എണ്ണം പറഞ്ഞിട്ട് കേട്ടോ. നമ്പർ ഇട്ടതിലുള്ള കുഴപ്പമാണ്. 12 ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ എഴുതിയിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറ, നമുക്ക് ബാക്കി പാഠം വായിച്ച് ഇതുപോലെ നോട്ട് തരാം കേട്ടോ. കമൻറ്റ് ബോക്സിൽ പറയണേ കുഞ്ഞുങ്ങളെ, എന്തായാലും നിങ്ങൾ പറയണേ. മനസ്സിലായാലും ഇല്ലെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.